ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ഫോർ ഹോട്ടൽസ് എന്നുള്ള ടോപ്പിക്കിൻ്റെ ഇല്ലുസ്ട്രേഷൻ 11 ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഒരു വിസിറ്റേഴ്സ് ലെഡ്ജർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലമാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളത്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പൽ ഹെഡ് ഇൻക്ലൂഡഡ് ഇൻ ഹോട്ടൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ 3 പ്രിൻസിപ്പൽ ഹെഡിൽ വരുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് വൺ ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞതാണ്. ആ ഫ്രണ്ട് ഓഫീസിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് വിസിറ്റേഴ്സ് ലെഡ്ജർ അഥവാ വിൻഡോസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ് റൂം നമ്പർ, അതിൻ്റെ നെയിം ആൻഡ് അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് ഏത് ഡേറ്റിലെയാണോ വിസിറ്റേഴ്സ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടൻറ്റായിട്ട് കൊടുക്കേണ്ടത് എന്താണ്, ഡെബിറ്റ് ഐറ്റംസ് എന്നും പറഞ്ഞ് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് റൂം റെൻ്റായിട്ട്, റൂം ചാർജായിട്ട്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ടിഫിൻ എന്നൊക്കെയുള്ള രീതിയിൽ പല രീതിയിൽ എമൗണ്ട് ചാർജ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഡെബിറ്റ് സൈഡ് ഐറ്റംസ് ആയിട്ട് താഴോട്ട് ലിസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ക്രെഡിറ്റ് ഐറ്റംസ് ആയിട്ട് തിരിച്ചെന്തെങ്കിലും റീഫണ്ടോ ക്യാഷോ എല്ലാം ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതാണ് ക്രെഡിറ്റ് സൈഡ് ഐറ്റം, ക്രെഡിറ്റ് എന്നുള്ള ഹെഡിൽ താഴോട്ട് ലിസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡിൻ്റെ ഒരു ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് നെറ്റ് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്നതിനനുസരിച്ച് എമൗണ്ട് ഇങ്ങോട്ട് തരാനാണോ, ചെക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എമൗണ്ട് കിട്ടാനാണോ ഉള്ളത്, അതോ ഗസ്റ്റിന് അങ്ങോട്ട് എന്തെങ്കിലും എമൗണ്ട് റീഫണ്ട് ചെയ്യാനായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ലെഡ്ജറാണ് വിസിറ്റേഴ്സ് അല്ലെങ്കിൽ ഗസ്റ്റ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ ഇല്ലുസ്ട്രേഷനാണിത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Illustration number 11. Following is the information in respect of Hotel Miramar for 14th of April 2020. 2020 April 14th പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിസിറ്റേഴ്സ് ലെഡ്ജറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യു ആർ റിക്വയർഡ് ടു റൈറ്റ് അപ്പ് വിസിറ്റേഴ്സ് ഓർ ഗസ്റ്റ് ലെഡ്ജർ ഇൻ റെസ്പെക്ട് ഓഫ് ദ സെയിം ഗിവൺ ദാറ്റ് ദർ ആർ നോ ഓപ്പണിംഗ് ബാലൻസസ്. നമുക്ക് ആ ഒരു ഫോർമാറ്റ് അനുസരിച്ച് ഓപ്പണിംഗ് ബാലൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ഫസ്റ്റ് ഡെബിറ്റ് സൈഡിൽ ആദ്യം തന്നെ എഴുതുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഓപ്പണിംഗ് ബാലൻസ് ഒന്നും തുടങ്ങാനായിട്ടില്ല. ബാക്കി തന്നിരിക്കുന്ന ഡീറ്റെയിൽ വെച്ച് ഫോർമാറ്റ് വരച്ചാൽ മതിയാകും. അതിൻ്റെ ഫസ്റ്റ് ഐറ്റമായിട്ട് എന്താ പറയുന്നത്, നമ്പർ 1, ദ ഹോട്ടൽ ഹാസ് 4 റൂംസ് വിത്ത് റൂം ചാർജസ് at rupees 300 per day and 1 suite at rupees 500 per day. അപ്പോൾ അതായത് ഈ ഒരു ഹോട്ടലിൽ മൊത്തം 4 റൂമാണുള്ളത്. ദ ഹോട്ടൽ ഹാസ് 4 റൂംസ് വിത്ത് റൂം ചാർജസ് അറ്റ് rupees 300 per day. ഒരു ദിവസം 300 രൂപ ചാർജ് ചെയ്യുന്ന 4 റൂംസാണ് ഹോട്ടലിലുള്ളത്. ആൻഡ് ഈ പറഞ്ഞ 4 റൂംസ് മാത്രമല്ല, ആൻഡ് അവിടെ എന്തും കൂടിയുണ്ട്, ഒരു 1 സ്യൂട്ടും കൂടിയുണ്ട്. എന്താ സ്യൂട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. നോർമൽ ഹോട്ടൽ റൂമിനേക്കാളും കുറച്ചും കൂടി ഒരു സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് കൂടുതലുള്ള ഒരു ലാർജർ അക്കോമഡേഷന് പറയുന്ന, മച്ച് ലാർജർ അക്കോമഡേഷന് പറയുന്ന ഒരു ടൈമാണ് സ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ബെഡ്റൂം മാത്രം ആയിരിക്കത്തില്ല, ലിവിങ് റൂം കാണും, അല്ലെങ്കിൽ അതിനേക്കാളും ഒരു മച്ച് ലാർജർ അക്കോമഡേഷനും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന റൂമായിരിക്കും. അപ്പോൾ റെൻറ്റും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് കൂടുതലായിരിക്കും. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഹോട്ടലിന് 4 ഹോട്ടൽ റൂംസ് ഉണ്ട്, 4 റൂംസ് ഉണ്ട്. അതിൻ്റെ ചാർജ് റെൻറ്റ് 300 രൂപയാണ് ഡെയിലി. എന്നാൽ അത് കൂടാതെ ഒരു സ്യൂട്ടും കൂടിയുണ്ട്, അതിന് പെർ ഡേയിൽ ചാർജ് ചെയ്യുന്നത് 500 റുപ്പീസാണ്. ഇനി ആൻ അഡ്വാൻസ് ഓഫ് ₹500 ഈസ് ടേക്കൺ ഫ്രം ഈച്ച് കസ്റ്റമർ ഇൻ ക്യാഷ് എക്സെപ്റ്റ് ഫ്രം ഗോൾഡ് കാർഡ് ഹോൾഡേഴ്സ്. ഗോൾഡ് കാർഡ് ഹോൾഡേഴ്സ് എന്നുള്ള രീതിയിലുള്ള കസ്റ്റമേഴ്സ് ഒഴിച്ച്, അതായത് എന്തെങ്കിലും സ്പെഷ്യൽ കസ്റ്റമേഴ്സിന് പറയുന്ന ടൈം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഗോൾഡ് കാർഡ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരിൽ നിന്നും അഡ്വാൻസ് ആയിട്ട് ഒരു 500 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 500 റുപ്പീസ് അവർ ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമിൽ തന്നെ അല്ലെങ്കിൽ അവിടെ വരുന്ന ടൈമിൽ തന്നെ അവരുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് വാങ്ങാറുണ്ട് അല്ലേ. അഡ്വാൻസ് നമ്മൾ എന്തിനാണ്, നേരത്തെ ഒരു മുൻകൂട്ടി ഒരു അഡ്വാൻസ് എമൗണ്ട് വാങ്ങിച്ച് വെക്കുന്നതാണ്. എന്തെങ്കിലും സെറ്റിൽമെൻറ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ കൊടുക്കാനുള്ളത് എന്നനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുന്ന ഐറ്റം തന്നെയാണ് അഡ്വാൻസ്. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്, 500 റുപ്പീസ് അഡ്വാൻസ് കിട്ടുന്നുണ്ട്. ആരിൽ നിന്ന് കിട്ടുന്നില്ല, ഗോൾഡ് കാർഡ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് അഡ്വാൻസ് വാങ്ങുന്നുമില്ല. നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡ് പോയിന്റ്, റൂം നമ്പർ 3 വാസ് വേക്കൻറ്റ് ആൻഡ് റൂം നമ്പർ 4 വാസ് ഓക്യുപ്പൈഡ് ആഫ്റ്റർ 2 PM ഫോർ വിച്ച് the manager has agreed to grant a rebate of 30% on room charges to the guest for that day. റൂം നമ്പർ 3 വേക്കൻ്റ് ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. താഴെ നമുക്ക് ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. അതിൽ റൂം നമ്പർ 3യുടെ കോളം വേക്കൻ്റ് ആയിട്ടല്ലേ ബ്ലാങ്ക് ആയിട്ട് തന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് റൂം നമ്പർ 3യിൽ ആരുമില്ല, അതിൽ ഓക്യുപ്പൈഡ് അല്ല. ഇനി പറയുന്നത് റൂം നമ്പർ 4ൻ്റെ കാര്യമാണ്. റൂം നമ്പർ 4 എന്ന് പറയുന്നതിൽ ഗസ്റ്റ് വന്നത് 2 PM ആഫ്റ്റർ 2 PM ആണ്. അതുകൊണ്ട് തന്നെ 2 മണിക്ക് ശേഷം വന്നതുകൊണ്ട് തന്നെ മാനേജർ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റൂം ചാർജ് അന്നത്തെ ദിവസത്തെ മാത്രം, ഒരു ദിവസത്തേനുള്ള റൂം ചാർജ് എത്രയാണോ അതിൻ്റെ 30% അദ്ദേഹത്തിന് ഒരു റീഫണ്ട് ചെയ്യാം, റിബേറ്റ് കൊടുക്കാം, ഡിസ്കൗണ്ട് കൊടുക്കാമെന്ന് ഒരു പെർമിഷൻ മാനേജർ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. റൂം നമ്പർ 4ൻ്റെ കേസിൽ
റൂം ചാർജിലെ ഒരു 30%, ആ ഒരു ദിവസത്തെ റൂം ചാർജിൻ്റെ 30% എന്ത് കിട്ടുന്നുണ്ട്, റിബേറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ചെയ്താൽ മതിയാവും. അടുത്തത് എന്താണ് പറയുന്നത്? ഓക്യുപ്പൻ്റ് ഓഫ് റൂം നമ്പർ 1 ഈസ് എ ഗോൾഡ് കാർഡ് ഹോൾഡർ. ആരാണ് ഗോൾഡ് കാർഡ് ഹോൾഡറായിട്ടുള്ള ഗസ്റ്റ്? ഏത് റൂമിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? റൂം നമ്പർ 1 പറയുന്നത് അല്ലേ. റൂം നമ്പർ 1 ഓക്യുപ്പൻ്റ് ആണ് ഗോൾഡ് കാർഡ് ഹോൾഡർ. അദ്ദേഹത്തിന് എന്താണ് സ്പെഷ്യലായിട്ടുള്ള പെർമിഷൻസ് ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് സ്പെഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്നത് നോക്കാം. എൻറ്റൈറ്റിലിംഗ് ഹിം ടു എ ഡിസ്കൗണ്ട് ഓഫ് 10% എക്സെപ്റ്റ് ഓൺ വൈൻസ്, ബിവറേജസ് ആൻഡ് സിഗരറ്റ്സ്. വൈൻസ്, ബിവറേജസ്, സിഗരറ്റ്സ് എന്ന് പറയുന്ന ഈ 3 ഐറ്റത്തിൽ ഒഴിച്ച് അദ്ദേഹത്തിന് ബാക്കിയുള്ള എല്ലാ ഐറ്റത്തിലും എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് എക്സ്പെൻസ് എത്ര വരുമോ അതിൻ്റെ 10% അദ്ദേഹത്തിന് ഡിസ്കൗണ്ട് കൊടുക്കുമെന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദ ഗസ്റ്റ് ഇൻ ദ സ്യൂട്ട് ചെക്ക്ഡ് ഔട്ട് ഓൺ ദാറ്റ് ഡേ. അതുപോലെ വേറൊരു ഇൻഫർമേഷനോട് പറയുവാണ്, ഒരു സ്യൂട്ട് കൂടെ ഉണ്ടായിരുന്നു അല്ലേ, 3 റൂം കൂടാതെ ഒരു സ്യൂട്ട് കൂടെ ഉണ്ട്. ആ റൂം നമ്പർ 4 അഥവാ ആ ഒരു സ്യൂട്ടിൻ്റെ കേസിലെ കസ്റ്റമർ അല്ലെ ഗസ്റ്റ് എന്ത് ചെയ്യുന്നു? ദ ഗസ്റ്റ് ഇൻ ദ സ്യൂട്ട് ചെക്ക്ഡ് ഔട്ട് ഓൺ ദാറ്റ് ഡേ. ആ സെയിം ഡേറ്റിൽ ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷനോട് പറയുവാണ്. ഇനി 3-ാമത്തെ പോയിന്റിലാണ് ബാക്കി ഈ ഒരു ഗസ്റ്റ് എല്ലാ ഗസ്റ്റുമായിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ്, എക്സ്പെൻസ് ആൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് അതർ എക്സ്പെൻസസ് ആൻഡ് ഫെസിലിറ്റീസ് യൂസ്ഡ് ബൈ ദ ഗസ്റ്റ് ആർ ആസ് അണ്ടർ. അതൊരു ടേബിളായിട്ട് നമുക്ക് താഴോട്ട് തന്നിട്ടുണ്ട്. ടേബിളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഫസ്റ്റ് ഒരു പർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ റൂം നമ്പർ 1, 2, 3, 4 കൂടാതെ സ്യൂട്ട് എന്നുള്ള ആ ഒരു കോളം കൂടി തന്നിട്ടുണ്ട്. 4 റൂംസ് ആണല്ലോ ഉള്ളത്. 4 റൂംസിൻ്റെ കാര്യം പിന്നെ എക്സ്ട്രാ പറഞ്ഞിരിക്കുന്ന ഒരു സ്യൂട്ടിൻ്റെ കാര്യം ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിലും തന്നിട്ടുണ്ട്. ഫസ്റ്റ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എന്തൊക്കെ ഐറ്റംസ് ആണ്? ഫുഡ്, ബീവറേജസ്, വൈൻ, സിഗരറ്റ്സ്, ലോണ്ട്രി, ടെലിഫോൺ ആൻഡ് ടെലക്സ്, ഹെൽത്ത് ക്ലബ്, കാർ റെൻ്റൽ, സെൻട്രീസ് പോലെയുള്ള ഡീറ്റെയിൽ എന്തിൻ്റെ എക്സ്പെൻസ്? ഇതെല്ലാം എന്താ എക്സ്പെൻസ് ആണല്ലേ, അല്ലെങ്കിൽ പല ഫെസിലിറ്റീസ് ബിസിനസ് ഹോട്ടലിൽ കൊടുക്കുന്നതാണ്. അതുമായി റിലേറ്റഡ് ആയിട്ട് ഓരോരുത്തരിൽ നിന്നും ചാർജ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് എത്രയാണെന്നുള്ളതും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ഏറ്റവും താഴെ നോട്ടായിട്ട് 2 പോയിൻ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൂടെ വേണം നമുക്ക്. ഫസ്റ്റ് വൺ, ഓൾ ബിൽസ് ആർ സബ്ജക്റ്റ് ടു എ സർവീസ് ചാർജ് ഓഫ് 5%. അതായത് ഒരു 5% സർവീസ് ചാർജ് എന്നുള്ള രീതിയിൽ എല്ലാ ബില്ലിൻ്റെയും കൂടെ ഒരു 5% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. സർവീസ് ചാർജായിട്ട് ആഡ് ചെയ്യാനായിട്ട് എത്രയാണോ എന്ത് കാര്യത്തിന് ചാർജ് വന്നാലും, അത് റെൻ്റ് ആവട്ടെ, ഫുഡ് ആവട്ടെ, എന്ത് ഐറ്റത്തിന് വന്നാലും അതിൻ്റെ കൂടെ ഒരു 5% സർവീസ് ചാർജ് ഉണ്ട്. ഈ ഒരു പോയിന്റ് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതൊരു ഡെബിറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റത്തിന് മാത്രമല്ല, ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റം, അതായത് തിരിച്ചവർക്ക് റീഫണ്ട് ചെയ്യാൻ, റിബേറ്റ് കൊടുക്കാനുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അതിനും 5% റിബേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് എന്നുള്ളതാണ്. ഇവിടെ സർവീസ് ചാർജ് 5% എന്ന് പറഞ്ഞാൽ അത് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുമ്പോൾ മാത്രമല്ല, കസ്റ്റമറിന് തിരിച്ച് എന്തെങ്കിലും രീതിയിലുള്ള റിബേറ്റോ റീഫണ്ടോ ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? ഈ 5% സർവീസ് ചാർജ് സബ്ജക്റ്റ്, ആ ഒരു കാര്യം നമ്മൾ മൈൻഡിൽ ഇരിക്കേണ്ടതാണ്. ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഫിഗേഴ്സ് മേ ബി റൗണ്ടഡ് ഓഫ് ടു ദ നിയറസ്റ്റ് റുപ്പി. ഫിഗേഴ്സ് ചിലപ്പോൾ നമുക്ക് എന്താണ് ഫ്രാക്ഷനൊക്കെ കിട്ടാം, പോയിൻ്റൊക്കെ വെച്ചാകാം ചിലപ്പോൾ എമൗണ്ട് കിട്ടുന്നത്. ആ എമൗണ്ട് എന്ത് ചെയ്തേക്കാം? അടുത്ത റുപ്പിയിലോട്ട്, അടുത്ത 1 റുപ്പിയിലോട്ട്, ഹോൾ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്ത് ഫ്രാക്ഷനായിട്ട് എഴുതേണ്ട, നിയറസ്റ്റ് റുപ്പിയിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യാനൂടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതെന്ന് ഉള്ള കാര്യത്തിലോട്ട് കിടക്കുവാണ്. ഹോട്ടലിൻ്റെ പേര് കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ ആ ഒരു ഫോർമാറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ ഫോർമാറ്റ് അനുസരിച്ച് തന്നെ ജസ്റ്റ് വരച്ച് നോക്കാം. ഹോട്ടൽ മീരാമർ, വിസിറ്റേഴ്സ് അല്ലെങ്കിൽ ഗസ്റ്റ് ലെഡ്ജർ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഡേറ്റ് ഉൾപ്പെടെ നമ്മൾ അതിൻ്റെ ടോപ്പ് ഓഫ് ദ ലെഡ്ജറിൽ കൊടുക്കുന്നു. ഡേറ്റ് എന്നത്തെ ഡേറ്റിലെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? 14th April 2020 നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. റൂം ഓർ സ്യൂട്ട് നമ്പർ എന്നുള്ള ഫസ്റ്റ് ഒരു റോ കൊടുത്തു. അതിൽ ഏതൊക്കെയാണ് കോളം വരിക? 1, 2, 3, 4 4 റൂമുണ്ട്, കൂടാതെ ഒരു സ്യൂട്ട് എന്ന് പറയുന്ന ഒരു കോളം കൂടി ഉണ്ട്. ലാസ്റ്റ് കോളമായിട്ട് ടോട്ടൽ കൂടി കൊടുക്കുന്നു. ഇനി നെയിം ആൻഡ് അഡ്രസ്സ് ഒന്നും നമുക്ക് വലിയ ഡീറ്റെയിൽ ഒന്നും തന്നിട്ടില്ല, ആകെ കൂടെ റൂം നമ്പർ 1, 2, 3 എന്നൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ള ഡീറ്റെയിൽ തന്നെ മതി. ജസ്റ്റ് ആ ഫോർമാറ്റ് അനുസരിച്ച് നെയിം ആൻഡ് അഡ്രസ്സ് എന്ന് എഴുതിയേ ഉള്ളൂ. ഇനി നമുക്ക് ഏറ്റവും മെയിനായിട്ടുള്ള അടുത്ത ഐറ്റം എന്താ? അടുത്ത മെയിൻ ഹെഡ് കൊടുക്കുക, ഡെബിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട്, ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് കിട്ടാനുള്ള ഓരോരോ എമൗണ്ടുകളാണ്. തൊട്ട് മേളിൽ കിടപ്പുണ്ട്, അതെല്ലാം ജസ്റ്റ് കോപ്പി ചെയ്തതേ ഉള്ളൂ. പക്ഷേ ആ കോപ്പി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഐറ്റമായിട്ട് റൂമിൻ്റെ റെൻറ്റ്, റൂമിൽ നിന്ന് എത്ര എമൗണ്ട് റെൻറ്റ് കിട്ടുന്നു എന്നുള്ളത് ആദ്യത്തെ ഐറ്റമായിട്ട് എഴുതണം. അതിനുശേഷം മോളിൽ പറയുന്ന എല്ലാ ഐറ്റംസും താഴോട്ട് എഴുതുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഐറ്റമായിട്ട് റൂം ചാർജാണ് എഴുതേണ്ടത്. എത്രയാണ് റൂം ചാർജ്? 4 റൂമിൽ നിന്നും കളക്ട് ചെയ്യുന്നത് 300 രൂപ വെച്ചാണ്. പെർ ഡേയിൽ റൂം ചാർജ്, റൂം റെൻറ്റ് 300 രൂപയാണ്. ഹോട്ടൽ റൂമിൻ്റെ കേസിൽ ഒരു കേസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. സ്യൂട്ടിൻ്റെ കേസിൽ സ്യൂട്ടിന് എത്രയാണ് അവർ ചാർജ് ചെയ്യുന്നത്?
300 രൂപയല്ല 500 രൂപയാണ്. അത് അവിടെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുക. 3 എന്ന് പറയുന്ന ഒരു കോളം നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അനുസരിച്ച്. പക്ഷേ അത് വേക്കൻ്റ് ആയതുകൊണ്ട് അതൊരു ബ്ലാങ്ക് ആയിട്ട് നമുക്ക് എല്ലാ കോളം അല്ലേ, അവിടെ ആളില്ലാത്തപ്പോൾ എന്തെങ്കിലും എമൗണ്ട് ചാർജ് ചെയ്യാനോ കൊടുക്കാനോ തിരിച്ചു കിട്ടാനോ ഒന്നുമില്ല. അത് ജസ്റ്റ് വേക്കൻ്റ് ആണ്. അതുകൊണ്ട് അവിടെ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വേക്കൻ്റ് എന്ന് മാത്രം ആദ്യം തന്നെ മെൻഷൻ ചെയ്താൽ മതി. ആ ഒരു കോളം ബ്ലാങ്ക് ആണ്. ബാക്കിയുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇനി മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടേബിൾ റൂം ചാർജസ് റൂം ചാർജസ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അനുസരിച്ച് എഴുതി. അടുത്തത് ഫുഡ്, ബിവറേജസ്, വൈൻ, സിഗരറ്റ്സ്, ലോണ്ടറി, ടെലിഫോൺ, ടെലക്സ്, ഹെൽത്ത് ക്ലബ്, കാർ റെൻ്റൽ, സൺറൈസ്, ഇതെല്ലാം നമുക്ക് ഓൾറെഡി എക്സ്പെൻസിൻ്റെ ഡീറ്റെയിൽസ്, ഫെസിലിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഐറ്റംസ് തന്നെ കോപ്പി ചെയ്തിട്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് സ്യൂട്ട് വരെ 1 2 3 4 സ്യൂട്ട് എന്ന് പറയുന്ന ആ ഒരു കോളം വരെ കറക്റ്റായിട്ട് എഴുതുക. ടോട്ടൽ എന്നുള്ള കോളത്തിൽ ജസ്റ്റ് ലാസ്റ്റിലൊന്ന് ടോട്ടൽ ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഇത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് വീണ്ടും എമൗണ്ട് എടുത്ത് വായിക്കുന്നില്ല. ഇനി എന്ത് ചെയ്യുന്നു, ടോട്ടൽ നമുക്ക് എത്ര കോസ്റ്റ് ഉണ്ടായി എന്നുള്ളത് ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ടോട്ടൽ ഡെബിറ്റ് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളോട് ഓൾറെഡി പറഞ്ഞ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയാണ് ഓർക്കേണ്ടത് അല്ലേ. ദ ബിൽസ് ആർ സബ്ജക്റ്റ് ടു സർവീസ് ചാർജ് ഓഫ് 5%. അപ്പോൾ നമുക്ക് ബില്ലനുസരിച്ച് ഓരോരുത്തരുടെയും എമൗണ്ട് എത്ര വന്നു എന്നുള്ളത് ഇവിടെ കിട്ടി. ഇനി ഇതിനൊക്കെയും നമ്മൾ എന്ത് കൊടുക്കണം, 5% സർവീസ് ചാർജ് കൊടുക്കണം അല്ലേ. അപ്പോൾ എയുടെ കേസിൽ എത്രയാണ്, എ അല്ല, റൂം നമ്പർ 1ലുള്ള റൂം നമ്പർ 1ൻ്റെ ഒക്യുപ്പൻ്റ് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഗസ്റ്റിൻ്റെ കേസിൽ 740 രൂപയാണ് ഇപ്പോൾ കോസ്റ്റ് ഇൻകർ ചെയ്തേക്കുന്നത് അല്ലേ. ഡെബിറ്റിൻ്റെ ടോട്ടൽ വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഡെബിറ്റിൻ്റെ 5%, 740യുടെ 5% ആണ് ഈ 37 എന്ന് പറയുന്നത്. അതേപോലെ അടുത്ത കേസിലെടുക്കുക, 490യുടെ 5% ആണ് ഇവിടെ 25 എന്ന് എടുത്തിരിക്കുന്നത്. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം 24.5 എന്ന് കിട്ടും, 24.5 എന്ന് കിട്ടും. റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 0.5 അത് കൂടുതലാണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത നെക്സ്റ്റ് ഫിഗറിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യുമല്ലോ. അപ്പോൾ 24.5 എന്നുള്ളതാണ് 25 എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് വേക്കൻ്റ് ആണ് റൂം നമ്പർ 3 എന്ന് പറയുന്നത്. അടുത്ത 4 എന്നുള്ള റൂമിലോ 500ൻ്റെ 5%, 25 റൗണ്ട് ഫിഗർ തന്നെ കിട്ടുന്നു. സ്യൂട്ടിൻ്റെ കേസിലോ അതുപോലെ 965ൻ്റെ 5% കാണുമ്പോൾ 48.25 കിട്ടും. അതും റൗണ്ട് ചെയ്ത് എഴുതുമ്പോൾ 48 എന്ന് മാത്രം മതി. 0.5ന് താഴെയാണല്ലോ പോയിന്റ് കഴിഞ്ഞിട്ട് വന്ന വാല്യൂ. അതുകൊണ്ട് 48.25 എങ്ങനെ റൗണ്ട് ചെയ്ത് എഴുതാം, 48 എന്ന് തന്നെ റൗണ്ട് ചെയ്ത് എഴുതിയാൽ മതി. ടോട്ടലും കൂടെ എഴുതിയിട്ടേക്കുക, സർവീസ് ചാർജ് എന്നുള്ള കോളം. അങ്ങനെയാണ് കിട്ടുന്നത്. എന്ത് ചെയ്തു, തൊട്ട് മേളിൽ കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ കോസ്റ്റിൻ്റെ 5% ഡയറക്റ്റ് എടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത എന്താണ്, ടോട്ടൽ. അതുകൊണ്ട് സർവീസ് ചാർജോടെ ചേർത്ത് ടോട്ടൽ എത്ര വന്നു എന്നുള്ളത് എൻ്റർ ചെയ്യുന്നു. അതാണ് നമ്മുടെ ടോട്ടൽ ഡെബിറ്റ്. ആ ഒരു കോളം തന്നെയാണ് നമ്മുടെ ടോട്ടൽ ഡെബിറ്റ്. ബാലൻസ് ബ്രോഡ് ഫോർവേഡ് എന്ന് പറയുന്നതൊന്നും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇല്ലയെന്ന് നമുക്ക് ആദ്യം തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഇല്ലയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ആ ഫോർമാറ്റ് അനുസരിച്ച് എഴുതിയിട്ടിട്ടുണ്ട്. പക്ഷേ നോ ബാലൻസ് ബ്രോഡ് ഫോർവേഡ് എന്ന് ഓൾറെഡി നോ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് ബ്ലാങ്ക് ആയിട്ട് ഇട്ടു. അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് ടോട്ടൽ ഡെബിറ്റ് എന്നുള്ള ഒരു എമൗണ്ട്, ഇപ്പോൾ പറഞ്ഞ അതേ എമൗണ്ട് സർവീസ് ചാർജോടെ ചേർത്തപ്പോൾ കിട്ടിയ എമൗണ്ട് ടോട്ടൽ ഡെബിറ്റ് ആയിട്ട് വന്നു. ഇനി എന്താ ചെയ്യാനുള്ളത്, ക്രെഡിറ്റ് സൈഡ് ഐറ്റംസ് ഓരോന്നായിട്ട് എൻ്റർ ചെയ്യുക. ക്രെഡിറ്റ് സൈഡ് ഐറ്റംസിൽ കൂടിപ്പോയാൽ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഹോട്ടലിലോട്ട് എന്തൊക്കെ കാര്യങ്ങളിൽ എമൗണ്ട് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, അതേ ഉള്ളൂ ക്രെഡിറ്റ് സൈഡിൽ വരാൻ അല്ലേ. അപ്പോൾ എല്ലാവരിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. ആരിൽ നിന്നൊഴിച്ച് ഗോൾഡ് കാർഡ് ഹോൾഡർ ആയിട്ടുള്ള 1ൽ നിന്നൊഴിച്ച് റൂം നമ്പർ 1ൻ്റെ ഗസ്റ്റിൽ നിന്ന് മാത്രം ഒഴിച്ച് ബാക്കി എല്ലാവരിൽ നിന്നും 500 രൂപ വെച്ച് എന്ത് കളക്ട് ചെയ്തതാണ്, അഡ്വാൻസ് വാങ്ങിയതാണ്. അപ്പോൾ ഒരാളുടേത് മാത്രം ബ്ലാങ്ക് ആണ്, ബാക്കി എല്ലാവർക്കും 500 വെച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അവർക്ക് തിരിച്ചെന്ത് ചെയ്യാനുണ്ട്, റിബേറ്റും കാര്യങ്ങളും കൊടുക്കാനുണ്ട് അല്ലെ, അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാനുള്ള ഒരു പോർഷനാണ് അടുത്തത്. അപ്പോൾ നമുക്ക് ഒരു റിബേറ്റ് എന്ന് പറയുന്നതിന് ഒരു സെപ്പറേറ്റ് വർക്കിംഗ് നോട്ട് എഴുതി കാൽക്കുലേഷൻ ചെയ്യാം. റൂം നമ്പർ 1നെ സംബന്ധിച്ച് ഗോൾഡ് കാർഡ് ഹോൾഡറാണ്. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ബില്ലിൽ ഒരു 3 ഐറ്റം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും 10% ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഡിസ്കൗണ്ട് ഇല്ലാത്തത് ഏതിനൊക്കെയാണ്, വൈൻസ്, ബിവറേജസ് ആൻഡ് സിഗരറ്റ്സിനാണ്. ഇവിടെ വൈൻസ്, ബിവറേജസ്, വൈൻസ്, സിഗരറ്റ്സ് ഇവിടെ അടുപ്പിച്ച് 3 ഐറ്റംസ് നമുക്ക് മുകളിൽ തന്നെ നമ്മൾ എഴുതിയ കൂട്ടത്തിൽ തന്നെ കിടപ്പുണ്ട്. വൈൻസ്, ബിവറേജസ് ആൻഡ് സിഗരറ്റ്സ്. ഇവിടെയുള്ള ആ ഒരു 3 ഐറ്റംസ് ഒഴിച്ച് ബാക്കിയുള്ള ഐറ്റത്തിൻ്റെ ടോട്ടൽ നോക്കുക. അതായത് മൊത്തം 740 നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. വൈൻസും ബിവറേജസും സിഗരറ്റ്സും കൂടെ എത്ര എമൗണ്ട് വരും, 10, 100, 30 അല്ലേ. 10 + 100 + 30 140 ആണ് ടോട്ടൽ വൈൻസും ബിവറേജസും സിഗരറ്റ്സും കൂടെ വരിക. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 740ൽ നിന്ന് 140 മൈനസ് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ. 740ൽ നിന്ന് 140 മൈനസ് ചെയ്തിട്ട് ബാക്കി എത്ര വരും, വൈൻസിനും ബിവറേജസിനും സിഗരറ്റ്സിനും എന്തില്ലെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേ, ഗോൾഡ് കാർഡ് ഹോൾഡർ ആയിക്കോട്ടെ അദ്ദേഹത്തിന് ഈ 3 ഐറ്റത്തിൽ എന്തില്ല, ഡിസ്കൗണ്ട് ഇല്ല, അതൊഴിച്ച്. അപ്പോൾ ആ 3 ഐറ്റം ഒഴിച്ച് ബാക്കി എത്രയാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസ്, നമ്മൾ ഓൾറെഡി ഈ എക്സ്പെൻസ് എല്ലാം പറഞ്ഞാണല്ലോ. ടോട്ടൽ ചെയ്ത് 740 എന്ന് എഴുതി ഇട്ടിട്ടുമുണ്ടല്ലോ. ഈ 740ൽ എത്ര ഐറ്റംസ് ആണ്
വൈൻസും ബിവറേജസും സിഗരറ്റ്സും ഒഴിച്ച് ബാക്കി ടോട്ടൽ എത്ര വരുമെന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. വൈൻസും ബിവറേജസും സിഗരറ്റ്സും ഒഴിച്ച് ബാക്കി എത്ര എമൗണ്ട് വന്നു? 740 നിന്ന് നമ്മൾ എന്ത് ചെയ്തു? വൈൻസ് ബിവറേജസ് സിഗരറ്റ്സിൻ്റെ എമൗണ്ട് കുറച്ചപ്പോൾ ബാക്കി 600 എന്ന് കിട്ടി. ഈ 600 റുപ്പീസിൻ്റെ 10% എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടും അല്ലേ? ഈ 600ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര വരും? 60. 600ൻ്റെ 10% 60 രൂപ അദ്ദേഹത്തിന് എന്ത് കിട്ടും? ഡിസ്കൗണ്ട് കിട്ടും. അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാനുള്ളൂ അല്ലേ? 60 രൂപ ഡിസ്കൗണ്ടാണ്. എന്നാൽ 60 മാത്രമല്ല എടുക്കേണ്ടതെന്ന് ഓർക്കുക. നമ്മളോട് ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, എല്ലാ ബില്ലും എന്തിന് സബ്ജക്റ്റഡ് ആണ് അല്ലെങ്കിൽ എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്നോ എന്ത് ചെയ്യേണ്ടതാണ്? സർവീസ് ചാർജ് 5% സർവീസ് ചാർജ് കൂടെ കൂട്ടേണ്ടതാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ഇങ്ങോട്ട് തരുന്നതിന് മാത്രമല്ല അങ്ങോട്ട് കൊടുക്കുന്നതിനും അതേ സർവീസ് ചാർജ് 5% കണ്ടുപിടിക്കാനായിട്ട് മറക്കരുതെന്നും പറഞ്ഞല്ലോ. അതനുസരിച്ച് റിബേറ്റ് ഇവിടെ ഒരു 60 രൂപ റിബേറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ 5% കൂടി സർവീസ് ചാർജ് റിബേറ്റ് ആയിട്ട് തിരിച്ച് ആഡ് ചെയ്ത് നമുക്ക് തിരിച്ച് റീഫണ്ട് ചെയ്യേണ്ടതാണ്, ഗസ്റ്റിന് കിട്ടേണ്ടതാണ് തിരിച്ച്. അപ്പോൾ 60 രൂപയുടെ 5% കൂടെ റിബേറ്റിന് സർവീസ് ചാർജ് ആപ്ലിക്കബിൾ ആണ്. 3 റുപ്പീസിന് കിട്ടും. 3 കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 63 ആണ് എന്ത് ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ റിബേറ്റ് ആയിട്ട് എഴുതേണ്ടത്. ഇത് ആരുടെയാണ്? ഗോൾഡ് കാർഡ് ഹോൾഡർ ആയിട്ടുള്ള റൂം നമ്പർ 1 ഗസ്റ്റിൻ്റെ കാര്യമാണ് 63 എന്ന് പറയുന്നത്. ആ 63 റിബേറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വർക്കിംഗ് നോട്ട് കൊടുത്തേ ഉള്ളൂ. അടുത്തത് ഇനി ആരുടെ കാര്യമാണ് നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ളത്? റൂം നമ്പർ 4 താമസിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാനായിട്ടുണ്ട്. റൂം നമ്പർ 4 എങ്ങനെയാണ് ഈ 95 വന്നതെന്നുള്ളതിൻ്റെ കാൽക്കുലേഷനാണ് ഇനി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ റൂം റെൻറ്റിൻ്റെ 30% ഒരു ദിവസത്തേന് അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നുണ്ട്? അദ്ദേഹം ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് വന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം വന്നതുകൊണ്ട് അന്നത്തെ ദിവസത്തെ റെൻറ്റിൻ്റെ ഒരു ദിവസത്തെ റെൻറ്റ് എത്രയാണ്? 300 രൂപ അല്ലേ? അതിൻ്റെ 30% മാനേജർ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. 300ൻ്റെ 30% അദ്ദേഹത്തിന് റിബേറ്റ് കിട്ടും. എത്രയാണ്? 90 മാത്രമേ ഉള്ളൂ? ഇല്ല, ആ 90യുടെ 5% റിബേറ്റ് ഉണ്ട്. ആ റിബേറ്റും കൂടെ ചേർത്ത് 90യുടെ 5% റിബേറ്റ് ആയിട്ട് വരുന്ന 5 രൂപയും കൂടെ ചേർത്ത് ടോട്ടൽ 95 ആണ് ഈ 95 എന്ന് പറയുന്നത്. അങ്ങനെ 95 റുപ്പീസ് ആരുടെ കേസിൽ എഴുതി? റൂം നമ്പർ 4 ഗസ്റ്റിൻ്റെ കേസിൽ എഴുതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റിബേറ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതും കൂടെ നമ്മളൊന്ന് ചെയ്തു വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ടോട്ടൽ ക്രെഡിറ്റ് എന്നുള്ളൊരു കാര്യം അതിനെ ബേസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ അത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. റിബേറ്റ് എന്നുള്ളൊരു കോളം മാത്രമേ ഫില്ല് ചെയ്യാനായിട്ടുള്ളൂ. ബാക്കി ഫൈനൽ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ എന്താണ്? തിരിച്ചു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എമൗണ്ടും കാര്യങ്ങളും ഇതെല്ലാം ബ്ലാങ്ക് തന്നെയാണ്. ബാലൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ക്രെഡിറ്റ് എന്നുള്ള ഒരു കോളം ഇപ്പോൾ ചെയ്ത ആ ക്രെഡിറ്റ് സൈഡിൻ്റെ കോളത്തിൻ്റെ ടോട്ടൽ മാത്രം എഴുതിയിടുക. ഫസ്റ്റ് ഗോൾഡ് കാർഡ് ഹോൾഡറിൻ്റെ കേസിൽ എന്താ സംഭവിച്ചത്? ഈ പറയുന്ന 63 മാത്രമേ ഉള്ളൂ. സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും കേസിൽ സെക്കൻഡിൻ്റെ കേസിൽ 500 രൂപ മാത്രമാണ് അഡ്വാൻസ് വാങ്ങിച്ച കാര്യം മാത്രമേ വരുന്നുള്ളൂ. പ്രത്യേകിച്ച് ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ടോട്ടൽ 500 മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കേസിൽ. അടുത്ത കേസിലോ ഈ 95 രൂപയും കൂടെ ചേർത്ത് പിന്നെ അഡ്വാൻസ് വാങ്ങിച്ച 500 രൂപയും കൂടെ ചേർത്ത് 595 രൂപ വരും. അടുത്ത കേസിൽ എന്താണ്? ഫൈനൽ സെറ്റിൽമെൻ്റ് ആയിട്ട് തിരിച്ചു കൊടുക്കാനുള്ള ഒരു 1103 റുപ്പീസിൻ്റെ കൂടെ കാര്യം. അതായത് തൊട്ട് മുകളിൽ ഒരു ഫൈനൽ സെറ്റിൽമെൻറ്റ് 500 + 513 എന്ന് പറയുന്നൊരു കേസ് വരുന്നത് ഇതിൻ്റെ ടോട്ടലാണ് 1013 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അതെന്തിനാണ് അവിടെ മാത്രം 513 രൂപ ഫൈനൽ സെറ്റിൽമെൻറ്റ് കാണിച്ചിരിക്കുന്നത്? അതിൻ്റെ റീസൺ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ ആ ഒരു സ്യൂട്ടിൽ താമസിക്കുന്ന വ്യക്തി മാത്രം അന്ന് തന്നെ ചെക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഡീറ്റെയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഡെബിറ്റിൻ്റെ ടോട്ടൽ എത്രയാണ്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളത് 1013 രൂപയാണ്. അദ്ദേഹത്തിന് മൊത്തം അഡ്വാൻസ് ആയിട്ട് എത്ര രൂപയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ? ഇപ്പോൾ 500 രൂപയെ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയും കൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അന്ന് തന്നെ നമുക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതാണ് ബാക്കി 513. അപ്പോൾ ഫൈനൽ സെറ്റിൽമെൻറ്റ് എന്നുള്ള രീതിയിൽ എത്രയാണ്? 513 കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് ഈക്വൽ ആക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. കാരണം അദ്ദേഹം അന്ന് തന്നെ ചെക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് അന്ന് തന്നെ എന്ത് ചെയ്യുന്നത്? ക്ലോസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ പിന്നെ എന്ത് വരത്തില്ല? പ്രത്യേകിച്ച് എന്തെങ്കിലും ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ അന്നത്തെ ദിവസം ഉണ്ടാകാൻ പാടില്ല. കാരണം ചെക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അന്ന് തന്നെ ചെക്കൗട്ട് ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടും അവിടെ തന്നെ വിസിറ്റേഴ്സ് ലെഡ്ജർ നോക്കുമ്പോൾ അത് ക്ലോസ് ആയിരിക്കണം. ബാലൻസോ കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ, അതിൻ്റെ ഒരു മീനിങ് പറഞ്ഞ് കൊടുത്ത് തന്നെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് മൊത്തം 1013 രൂപയുടെ എക്സ്പെൻസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ചാർജ് ചെയ്യാനായിട്ട് സ്യൂട്ടിൻ്റെ ഓണറിൻ്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യാനായിട്ടുണ്ട്, അല്ലെ അവിടുത്തെ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യാനുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആകെ 500
രൂപ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഫൈനൽ സെറ്റിൽമെൻ്റ് ആയിട്ട് ബാക്കിയോട് അടയ്ക്കാൻ പറയും അദ്ദേഹം ചെക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഡെബിറ്റ് സൈഡ് ടോട്ടലും ക്രെഡിറ്റ് സൈഡ് ടോട്ടലും ഈക്വൽ ആകും. പിന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ? ഡെബിറ്റ് ബാലൻസും ഇല്ല, ക്രെഡിറ്റ് ബാലൻസും ഇല്ല. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റേത് ക്ലോസ് ചെയ്ത് വിടുന്നത്. എന്നാൽ ബാക്കിയുള്ള കേസിലും അവരാരും തന്നെ അന്ന് ചെക്കൗട്ട് ചെയ്യാത്തത് കൊണ്ട് ചെക്കൗട്ട് ചെയ്യാത്ത ബാക്കി എല്ലാവരുടെയും ഡെബിറ്റ് ബാലൻസ് എത്ര വരുന്നു, ക്രെഡിറ്റ് ബാലൻസ് എത്ര വരുന്നു എന്നുള്ളത് എഴുതണം. ഡെബിറ്റ് സൈഡ് കൂടി നിൽക്കുവാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിനേക്കാളും കൂടുതലായിട്ട് ഡെബിറ്റ് ബാലൻസ് വന്നാൽ അതാണ് ഡിഫറൻസ് ആയിട്ട് ഇവിടെ നെറ്റ് ഡെബിറ്റ് ബാലൻസ് എന്ന് കാണിക്കുന്നത് A - B ആണ്. ഇനി അടുത്തത് നെറ്റ് ക്രെഡിറ്റ് ബാലൻസ് വരുന്നത് എപ്പോഴാണ്? ഈ ഡെബിറ്റ് സൈഡിനേക്കാളും കൂടുതൽ ക്രെഡിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നെറ്റ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഏത് സൈഡാണോ കൂടി നിൽക്കുന്നത് അതാണ് നെറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് ക്രെഡിറ്റ് ബാലൻസ് നാലാമത്തെ ആളുടെ കേസിൽ, നാലാമത്തെ റൂമിൻ്റെ ഓക്യുപ്പൻറ്റിൻ്റെ കേസിൽ അവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നത്. അതുകൊണ്ട് നെറ്റ് ക്രെഡിറ്റ് ബാലൻസ് ആണ് അദ്ദേഹത്തിന് നെറ്റ് ക്രെഡിറ്റ് ബാലൻസ് എത്ര രൂപ വരുന്നുണ്ട്? ഒരു 70 രൂപ വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് 2 പേരുടെ കേസിലും നെറ്റ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപ കിട്ടാനുണ്ട്? 777 രൂപ കിട്ടാനുണ്ടായിരുന്നു. ഫുള്ള് സെറ്റിൽമെൻറ്റും കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് കൊടുക്കാൻ എത്രയാണുള്ളത്? അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ട് ഒരു 63 രൂപയെ കൊടുക്കാനുള്ളൂ. നെറ്റ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ബാക്കി നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ട് 714 രൂപ ഹോട്ടലിന് തരാനുള്ളതാണ്. റൂം നമ്പർ 1 ഗസ്റ്റ് ചെക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ എത്ര തരണം? 714 രൂപ തരണം. അടുത്ത റൂം നമ്പർ 2 വ്യക്തിയോ ചെക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ 15 രൂപ ഇങ്ങോട്ട് ബാക്കി തരാനുണ്ട്. കാരണം ഓൾറെഡി അത് അഡ്വാൻസ് തന്നതുകൊണ്ട് ബാക്കിയൊക്കെ അഡ്ജസ്റ്റഡ് ആയിപ്പോയി. 515 രൂപയെ മൊത്തം ചിലവായിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിൽ 500 രൂപയും അദ്ദേഹം അഡ്വാൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇനി അദ്ദേഹം ചെക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ എത്രയും കൂടെ സെറ്റിൽ ചെയ്താൽ മതി? 15 രൂപയുടെ സെറ്റിൽമെൻറ്റ് നടത്തിയാൽ മതി. റൂം നമ്പർ 3 ആരും തന്നെ ഇല്ല. റൂം നമ്പർ 4 ടോട്ടൽ 525 രൂപയുടെ ചാർജ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പല തരത്തിൽ ഫുഡും ലോണ്ടറി അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്തത് 525 രൂപയാണ് ചാർജ് ചെയ്യേണ്ടത്. എന്നാൽ അദ്ദേഹത്തിന് റിബേറ്റും എല്ലാം കൂടെ കൂട്ടിയപ്പോൾ അഡ്വാൻസും റിബേറ്റും ഉൾപ്പെടെ അദ്ദേഹത്തിന് 595 രൂപ അദ്ദേഹത്തിന് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ തന്നെ ഇനി ഫർദർ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ അദ്ദേഹം ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ, ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ, എന്നാണോ ചെക്കൗട്ട് ചെയ്യുന്ന ടൈം ഫർദറായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും നടന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് 70 രൂപ തിരിച്ചു കൊടുത്തിട്ടായിരിക്കണം അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത്. ചെക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ റീഫണ്ട് ചെയ്യേണ്ട എമൗണ്ട് ബാക്കി അദ്ദേഹത്തിന് അങ്ങോട്ട് കിട്ടാനുള്ള എമൗണ്ടാണ് 70. ഇതാണ്. പക്ഷേ റൂം നമ്പർ 4 പോലെ ഇനി അടുത്ത സ്യൂട്ടിൻ്റെ കേസിൽ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. അദ്ദേഹം അന്ന് തന്നെ എന്ത് ചെയ്തു? ചെക്കൗട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബാലൻസ് ഒന്നും ഇല്ല. ഉള്ളതിനെ എന്ത് ചെയ്യണം? ഓൾറെഡി ഉള്ളത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അന്ന് തന്നെ ഫൈനൽ സെറ്റിൽമെൻറ്റ് എന്നുള്ളൊരു കോളത്തിൽ എഴുതി ബാക്കി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനാണെങ്കിൽ ഇങ്ങോട്ട് കിട്ടുന്നതായിട്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കാനാണെങ്കിൽ അതിൻ്റെ ഫൈനൽ സെറ്റിൽമെൻറ്റ് കാണിച്ചുകൊണ്ട് തന്നെ അന്ന് തന്നെ അതിൻ്റെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യണം. ബാക്കി എന്ത് ചെയ്യാൻ പാടില്ല? ബാലൻസ് ഡെബിറ്റോ ക്രെഡിറ്റോ ഉണ്ടാകാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു വ്യക്തി റൂം നമ്പർ അല്ലെങ്കിൽ സ്യൂട്ട് എന്ന് പറയുന്നതിലെ കസ്റ്റമർ പിന്നെ അടുത്ത ദിവസം ഇല്ല. അപ്പോൾ നമുക്ക് വിസിറ്റേഴ്സ് ലെഡ്ജർ നോക്കുമ്പോൾ അവിടെ ഒരു ബാലൻസ് ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മളോട് പറഞ്ഞ ഡീറ്റെയിലൊക്കെ വെച്ച് തന്നെ അതിൻ്റെ ഫോർമാറ്റ് അനുസരിച്ച് തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാക്സിമം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? വിസിറ്റേഴ്സ് ലെഡ്ജർ കംപ്ലീറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് ഒരു ടോട്ടൽ എന്ന് പറയുന്നൊരു കോളം കൂടി ഡെയിലി ബേസിസിൽ ഒരിനൂടെ ക്ലാരിറ്റി കിട്ടാൻ, റൂം ചാർജ് മാത്രമായിട്ട് ഒരു ദിവസം എത്ര കിട്ടി എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയാണ് ഈ ലാസ്റ്റ് ഒരു ടോട്ടൽ കോളം കൂടിയൊക്കെ കൊടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ വിസിറ്റേഴ്സ് ലെഡ്ജർ അല്ലെങ്കിൽ ഗസ്റ്റിൻ്റെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫോർമാറ്റും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രാക്ടിക്കൽ ഇല്ലുസ്ട്രേഷനുമാണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്തത്. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.